ഈ കൂട്ടായ്മയുടെ നാലാം വർഷത്തിന്റെ ആരംഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ വർഷത്തെ 2025 വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ കൂട്ടായ്മയാണ് മന്ത്ലി പ്രേയറിന്റെ ആരംഭം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച ബീന പാട്രിക്, ജാൻസി ജോൺസണും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് നമുക്ക് വചനം തരുവാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബ്രദർ പ്രദീപ് ബേബി ബ്രദറിനെ പ്രത്യേകം നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ ബ്രദർ അയർലൻഡിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ വലിയ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്ന ബ്രദറിനെ നമുക്ക് ആത്മരക്ഷ കൂട്ടായ്മയുടെ പേരിൽ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും പരിശുദ്ധനുമായ ദൈവമേ, ഇപ്പോ അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നു എല്ലാവരുടെ മേൽ കർത്താവിനെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്ന ദൈവമേ, അനുഗ്രഹ പെരുമഴ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ വലിയ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ജെറുസലേം ദേവാലയത്തെ ചൂഴ്ന്നു നിന്ന ദൈവ സാന്നിധ്യം, ജോർദാൻ നദിയെ രണ്ടായി വെട്ടി മാറ്റിയ ദൈവ സാന്നിധ്യം, ചെങ്കടലിനെ രണ്ടായി പകുത്തു മാറ്റിയ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഇപ്പോ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വലിയ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. തമ്പുരാനെ, എളിദാസൻ വചനം പറയുമ്പോ നീ ആഗ്രഹിക്കുന്നത് മാത്രം പറയുവാനായിട്ട്, കേൾക്കുമ്പോ മക്കളാഗ്രഹം മാത്രം കേൾക്കുവാനും സംശീകരിക്കുവാനും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 16:14 ലിഥിയായുടെ ഹൃദയത്തെ വചനം ഗ്രഹിക്കത്തക്ക വിധത്തിൽ തുറന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ലൂക്കായുടെ സുവിശേഷം 24:45 എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ഹൃദയത്തെ വചനത്തിന്റെ ആന്തരിക അർത്ഥങ്ങൾ ഗ്രഹിക്കത്തക്ക വിധത്തിൽ തുറന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ വിചാരങ്ങളെയും എല്ലാം അറിയുന്നേ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർച്ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ശുദ്ധമായ സ്നേഹത്തിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കൂട്ടായ്മയുടെ പേര് എന്നെ ഒരുപാട് ആകർഷിച്ചു. ആത്മരക്ഷ. ഇന്നീ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നമ്മൾ അറിയേണ്ടതും നേടിയെടുക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ഒരു വിഷയമാണ് ആത്മരക്ഷ, ആത്മാവിന്റെ രക്ഷ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന് 26-ാം വാക്യം ഇങ്ങനെ പറയുക: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുക, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം പണിയെടുക്കുക, അല്ലെങ്കിൽ സ്വർഗഗിരിയുടെ ലക്ഷ്യമാക്കി ജീവിക്കുക, നിത്യജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകുക. അതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇറ്റേണിറ്റിയെ കുറിച്ച് നമ്മൾ മനോഹരമായിട്ട് ധ്യാനിക്കുകയും ആഴത്തിൽ അറിയുകയും വേണം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് അതിന്റെ 1024-ാം ഖണ്ഡികയിൽ നിത്യജീവനെ കുറിച്ച് ഇങ്ങനെ പറയുക:
പരിശുദ്ധ സ്ത്രീത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം, കന്യ മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള സ്ത്രീത്വത്തിനൊപ്പമുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗം അഥവാ നിത്യജീവൻ എന്ന് അറിയപ്പെടുന്നു. ഹല്ലേലൂയ. നിത്യജീവനിൽ യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കുക, പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ ഒപ്പമായിരിക്കുക, പരിശുദ്ധ അമ്മയുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഒക്കെ സംസർഗത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ എന്ന് പറയുക. ഹല്ലേലൂയ. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ക്രൈസ്തവന്റെയും ക്രിസ്ത്യാനായി ജനിച്ച ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ആൾക്കാർ ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്താ? ഒന്ന് ആലോചിച്ചിട്ട് എല്ലാവരും എന്റെ അടുത്ത് പറയുക, ബ്രദറെ നിത്യജീവൻ, സ്വർഗത്തിൽ പോകണം, അതിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കും, നിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ഡ്രീം, സ്വപ്നം നിത്യജീവനാണെങ്കിൽ, നീ അധ്വാനിക്കുന്നതും എല്ലാം നിത്യജീവന് വേണ്ടിയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്നലകളിൽ ഇന്ന് നിത്യജീവന് വേണ്ടിയിട്ട് നീ എത്ര നേരം അധ്വാനിച്ചു? നീ എത്ര സമയം നീ നിന്റെ ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പലരുടെയും മുഖം കുനിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലരുടെയും അല്ല, മിക്കവാറും എല്ലാവരുടെ മുഖം കുനിച്ച് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഇതെല്ലാവരും പ്രാർത്ഥിക്കുന്നത് സ്വന്തം ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ, നിത്യജീവനെ കുറിച്ചുള്ള ചിന്തകൾ ഇതെല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് പിശാചെടുത്ത് മാറ്റിയിരിക്കുന്നു. ആളുകൾ ചിന്തിക്കുക, എന്റെ രോഗം മാറണം, ക്ലേശം മാറണം, ദുരിതം മാറണം, ജീവിത പങ്കാളി നന്നാകണം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണം, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, ഇങ്ങനെ 100 ഭൗതികമായ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പിശാച് ഇൻജെക്ട് ചെയ്ത് നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകളും സ്വതന്ത്രത്തെക്കുറിച്ചുള്ള ചിന്തകളും, പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് ചിന്തകളൊക്കെ എടുത്തു മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കൂടി കരങ്ങൾ ഉയർത്തിയുണ്ട് സ്തുതിക്കാം കർത്താവിനെ. ജ്ഞാനത്തിന്റെ വലിയ അഭിഷേകം, ഹൃദയത്തെ തുറക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമായി നമ്മൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 അതിന്റെ 5-ാം വാക്യം, പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഒരിക്കൽ മരിക്കും. അതൊരു സത്യമാണ്, അല്ലെ? നമ്മൾ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഒരു ഉയർപ്പുണ്ട്. പൗലോസ്ലീഹ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിന്റെ 51, 52 വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഉയർത്തപ്പെടുക. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ഉയർപ്പിക്കപ്പെടും, നിത്യജീവനിലേക്ക് എടുക്കപ്പെടും എന്നുള്ളതിന് വലിയ തെളിവുകളാണ്. ഹല്ലേലൂയ. അവിടെ പറയുക, ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണ് ഇമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരായി ഉയർത്തുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ തെളിവ്, അല്ലെ? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കർത്താവായ ക്രിസ്തുവ. ഹല്ലേലൂയ. അവൻ 3 ആളുകളിലായി തറയ്ക്കപ്പെട്ട് കാൽവരിയുടെ നിറകുകയിൽ കുരിശിൽ തൂങ്ങി മരിച്ച് 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതിനെക്കുറിച്ച്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ കേഫായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരന്മാർക്കും പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തലന്മാർക്കും കാണപ്പെട്ടു. ഒടുവിൽ അകാലജാതൻ എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തില് കർത്താവ് രൂപാന്തരപ്പെടുന്ന ഒരു സംഭവമുണ്ട്, അല്ലെ? അവിടെ 2 പേര് കർത്താവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആരൊക്കെയാ അവര്? വളരെ ശരിയാണത്. പ്രിയമുള്ളവരെ, അവിടെ ഉയർപ്പിക്കപ്പെട്ട ശരീരവുമായി, രൂപാന്തരപ്പെട്ട ശരീരവുമായി മോശയും ഏലിയായും യേശുവിനൊപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ട് പ്രിയമുള്ളവരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പത്രോസ്ലീഹ ആശ്ചര്യഭരിതനായി പറയുന്നുണ്ട്, കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന എത്രയോ നന്ന്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായി. ഇനി ബൈബിളിൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടി എടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാ? അതിനു മുന്നേ ഹെനോക്ക്. ഹെനോക്ക് ബൈബിളിൽ ശരീരത്തോടുകൂടി ആദ്യമായിട്ട് എടുക്കപ്പെട്ട വ്യക്തി. പിന്നീട് മോശ, പിന്നീട് ഏലിയ പ്രവാചകൻ. ഹല്ലേലൂയ. പത്രോസ് 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായത്. അവിടെ എങ്ങനെയാ പറയുക? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ, ഓർക്കുക, കഷ്ടിച്ചു മാത്രം. നീതിമാന്മാർ പോലും കഷ്ടിച്ചു മാത്രമാണ് രക്ഷപ്പെടുന്നതെങ്കിൽ പാപിയുടെയും ദുഷ്ടന്റെയും സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ. യൂദാസ് എഴുതിയ ലേഖനമുണ്ട്. ഒറ്റ ലേഖനമേ ഉള്ളൂ, അതിലൊറ്റ അധ്യായമേ ഉള്ളൂ. അതിന്റെ 9-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട്, മോശയുടെ ആത്മാവിന് വേണ്ടി നീതിമാനായ മോശയുടെ ആത്മാവിന് വേണ്ടി ലൂസിഫർ മിഖായേൽ മാലാഖയുമായി യുദ്ധം ചെയ്യുക. ഹല്ലേലൂയ. മോശ എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം, സീനായ മലയുടെ നെറുകയിലേക്ക് കയറിപ്പോയി അവിടെ 40 രാവും 40 പകലും ഉപദേശിച്ച് കൽഫലകത്തിൽ എഴുതപ്പെട്ട 10 പ്രമാണങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നേരിട്ടേക്ക് വാങ്ങിയ വ്യക്തിയാണ്. ദൈവവുമായി മുഖാമുഖം സംസാരിച്ച വിശുദ്ധനായ മോശ. ഹല്ലേലൂയ. ഈ മോശ ഒരൊറ്റ പാപമേ ചെയ്തിട്ടുള്ളൂ, ഒരു അനുസരണക്കേട് മാത്രം. അവനോട് പാറയിൽ അടിക്കാൻ ആദ്യം പറഞ്ഞു, അടിച്ചു. രണ്ടാമത് പറഞ്ഞു, ഈ പ്രാവശ്യം നീ പാറയിൽ കൽപ്പിക്കുക, അത് ജലം നദി പോലെ ഒഴുക്കും. എന്നാൽ അവൻ കൽപ്പിക്കുന്നതിന് പകരം അതിൽ വീണ്ടും അടിച്ചിട്ട് അനുസരണക്കേട് കാട്ടി. ഈ ഒരു അനുസരണക്കേടിന്റെ പേരിൽ മോശയുടെ ആത്മാവിന് വേണ്ടി ലൂസിഫർ ശക്തമായി മിഖായേൽ മാലാഖയുമായി യുദ്ധം ചെയ്തെങ്കിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട പോലും വരുമോ എന്നുള്ള കാര്യം ആലോചിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഏറ്റവും വലിയ ദുരിതം പറയുക. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് നിത്യജീവനെ കുറിച്ചോ സ്വർഗീയ വസതിയെ കുറിച്ചോ നിത്യജീവന്റെ കിരീടത്തെ കുറിച്ചോ ആർക്കും ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു തീഷ്ണതയോ ഇല്ല എന്നുള്ളത്. ഹല്ലേലൂയ. എന്നെ വിളിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. പ്രാർത്ഥനാ സഹായം ചോദിച്ചു വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ ഏറ്റവും വലിയ ഹൃദയവേദന എന്ന് പറയുന്നത്, ഈ നിമിഷം വരെ ഒരു വ്യക്തി പോലും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ബ്രദറെ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
കൂടുതൽ വിശുദ്ധിയുടെ വേണ്ടി വ്യാപരിക്കാനും സ്വർഗജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് വരെ ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാ ഉള്ളവരെ, എന്നെ വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടത് ഒരു ജീവിതത്തിന്റെ പ്രശ്നം മാറിയാൽ മതി, രോഗം മാറിയാൽ മതി, ക്ലേശം മാറിയാൽ മതി, നഗ്നത മാറിയാൽ മതി, പട്ടിണി മാറിയാൽ മതി. ഹല്ലേലൂയ. നിത്യജീവനേക്കാൾ അധികമായി നിന്റെ മനസ്സിലുള്ള ഒരു ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ നീ നിത്യജീവനിൽ നിന്ന് ദൂരെയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. 16:26 ഞാൻ വായിക്കുകയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? എന്നാൽ സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ഹല്ലേലൂയ. സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഒരു ഭോഷനായ ധനികനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ ഭോഷനായ ധനികന് ആ വർഷം വലിയൊരു ബമ്പർ വിളവ് ലഭിച്ചു. ഒത്തിരി വിളവ് ലഭിച്ചപ്പോ ഇദ്ദേഹം അഹങ്കാരത്തോടുകൂടി ഓർക്കുകയാണ്, എനിക്ക് വലിയ വിളവ് ലഭിച്ചു, എന്റെ അറപ്പരയൊക്കെ ഞാൻ പൊതിച്ച് വലുതാക്കും, എന്നിട്ട് അതിൽ നിറയെ ഞാൻ ധാന്യങ്ങൾ ശേഖരിക്കും, എനിക്കും എന്റെ പല തലമുറയ്ക്കും സുഖമായി തിന്ന് കുടിച്ച് സുഖിക്കാനുള്ളതൊക്കെ ഇതാ എനിക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ലൂക്കായുടെ 12:20 ദൈവം അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ ആരുടേതായി തീരും. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും, ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. സമാനത്തിനായി എന്നെയും നിന്നെയും കർത്താവ് വിളിക്കുമ്പോ ഓർക്കുക, എന്നെ നിന്നെ വിളിക്കുമ്പോ ഞാനും നീയും നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും സമ്പാദിച്ചു കൂട്ടിയതും ശേഖരിച്ചു വെച്ചതും വഴക്കുകൂടിയും യുദ്ധം ചെയ്തതും സമ്പാദിച്ചു കൂട്ടതെല്ലാം ഈ ഭൂമിയിൽ ഇട്ടെറിഞ്ഞിട്ട് വെറും കൈയോടുകൂടി പോകേണ്ടവരല്ലേ ഞാനും നീയും. ഹല്ലേലൂയ. ഇങ്ങനെ ഈ പോകുന്ന സമയമുണ്ടല്ലോ, നിന്റെ ആത്മാവ് സ്വർഗലക്ഷ്യമാക്കി അല്ലെങ്കിൽ മരണത്തിന് ശേഷം പോകുന്ന ഒരു പോക്കുണ്ട്. ആ കുറച്ച് സമയം കഴിയുമ്പോ നീ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് വലിയ നെടുവീർപ്പിട്ട് നീ മാറത്തടിച്ച് വിലപിച്ചുകൊണ്ട് ഇങ്ങനെ നീ വിലപിക്കും, ദൈവമേ, ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവനും വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും ബാങ്കിന്റെ അക്കൗണ്ടിൽ ചൊല്ലിക്കൂട്ടിയതും യുദ്ധം ചെയ്തും വഴക്കുണ്ടാക്കിയും നേടിയെടുത്തതൊക്കെ വെറുതെ ആയല്ലോ ദൈവമേ. ആ സമയത്ത് പുഴു അരിക്കാത്തതും കീടങ്ങൾ നശിപ്പിക്കാത്തതുമായ നിക്ഷേപം സ്വർഗത്തിൽ ഞാൻ കരുതിയിരുന്നെങ്കിൽ ദൈവമേ, എന്റെ ആത്മാവ് നിഷ്പ്രയാസം നിത്യജീവനിലേക്ക് പോകുമായിരുന്നല്ലോ. ഹല്ലേലൂയ. സമയം വൈകി ചിന്തിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ആ മക്കളെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് നൽകുക. ഹല്ലേലൂയ. ഞാനൊരു ചില സ്ഥലങ്ങളിൽ പറയുമ്പോ ഈ ചില ചേർത്തിമാര് ചാടി ഈ കയ്യിലെ മോതിരത്തെ കയറി പിടിക്കുന്നതും അല്ലെങ്കിൽ ഈ വളയിലൊക്കെ കയറി പിടിക്കുന്ന ഞാൻ കാണാറുണ്ട്. അപ്പൊ അവരുടെ ചിന്ത, ഞാനിത് ആർക്കും വിട്ടു കൊടുക്കൂല, 2 പവന്റെ വിവാഹ മോതിരം, ഇതെനിക്ക് ഒത്തിരി അമൂല്യമാണ്. ചിലർ പറയും, എന്റെ കഴുത്തേല് ഈ രത്നം പതിച്ച മാലയോ ഞാൻ ആർക്കും പിടിക്കുകയല്ല. പ്രിയമുള്ളവരെ, എന്നാ ഓർക്കുക, ഞാനൊരു നേഴ്സായതുകൊണ്ട് ഈ മരിച്ചവരെയൊക്കെ ഒരുക്കാൻ വേണ്ടി വിളിപ്പിക്കാറുണ്ട്. വളരെ അമൂല്യമെന്ന് കരുതി ചിലരൊക്കെ ഇങ്ങനെ കൈയിറുക്കി പിടിച്ച മരിക്കുമ്പോഴും കിടക്കുക. പ്രിയമുള്ളവരെ, അവരെ ഒരുക്കാനൊക്കെ ചെല്ലുമ്പോ കാണുന്ന കാഴ്ചയില്ല, മക്കളും മരുമക്കളൊക്കെ കരഞ്ഞാർത്തരിച്ചിങ്ങനെ ഓടി വന്ന് വീഴുന്ന കാണാം ശരീര ബോഡിയിലേക്ക്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാൻ ചിന്തിക്കും, എങ്ങനെ ഈ മോതിരം ഊരി മാറ്റും? കാരണം ശരീരമൊക്കെ നീര് വെച്ച് വീർത്തു. പ്രിയമുള്ളവരെ, തട്ടാനെ വിളിച്ചാൽ പോലും ഊരി മാറ്റാൻ പ്രയാസമുള്ള മോതിരം. എന്നാൽ എനിക്ക് കാണാം, ഈ മക്കളും മരുമക്കളും ഈ ബോഡി മുഴുവനും സ്കാൻ ചെയ്ത് എനിക്ക് കാണാൻ പറ്റും. അവർ സ്കാൻ ചെയ്യുന്നത് എന്തെങ്കിലും സ്വർണത്തിന്റെ തരികൾ ഈ ശരീരത്തിലുണ്ടോ എന്ന്.
എനിക്ക് 10 മിനിറ്റ് പോലും വേണ്ട പ്രിയമുള്ളവരെ. ആ ശരീരത്തിലെ മുഴുവൻ സ്വർണവും അവിടെ നിന്ന് മാറി ശരീരം ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് ഓർക്കുക, നീ മരിക്കുമ്പോൾ പോലും നീ ഇട്ടിരിക്കുന്നതോ ഉടുത്തിരിക്കുന്നതോ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് നീ കരുതുന്നത്. അതുകൊണ്ടാ ജോബ് പറയുക, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തന്നെ തിരിച്ചു പോകും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 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 നമ്മളെല്ലാം അറിയുന്ന മഹാനായ രാജാവാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഈ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ധീരനായ രാജാവ്, ലോകത്തിന്റെ നെറുകയിൽ സിംഹാസനത്തിൽ കയറിയിരുന്ന രാജാവ്, അദ്ദേഹം ലോകത്തിന്റെ മുഴുവൻ സമ്പത്തും കൈപ്പിടിയിൽ ഒതുക്കിയ മനുഷ്യൻ, ഇന്ത്യ വരെ എത്തിയ വലിയ രാജാവ്. ഈ രാജാവ് ഒരിക്കൽ നടക്കുമ്പോൾ അദ്ദേഹത്തെ രോഗം പിടിപെടുക. പ്രിയമുള്ളവരെ, ഈ രോഗം പിടിപെട്ട് അവശനായ രാജാവ് മനസ്സിലായി, ഞാനിതാ മരിക്കാനായിട്ട് പോകുന്നു. അദ്ദേഹം തന്റെ മുഴുവൻ അറിവും സമ്പത്തും പ്രൗഢിയും ഉപയോഗിച്ചിട്ട് ഈ രോഗത്തെ എതിർക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ മരിക്കുമെന്ന് ഉറപ്പായപ്പോ തന്റെ കമാൻഡർമാരെ ജനം വിളിക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ ഒരു സത്യം മനസ്സിലാക്കും. ഞാൻ ഈ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തതെല്ലാം വെറുതെയാണ്. ഇതൊന്നും ഞാൻ മരിക്കുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ വിലാപയാത്ര തെരുവിൽ കൂടി കടന്നു പോകുമ്പോ ഈ ശവപ്പെട്ടിയിൽ നിന്ന് എന്റെ 2 കരങ്ങളും നിങ്ങൾ പുറത്തേക്ക് ഇതെങ്ങനെ ഇടണം. അപ്പൊ അവർ ചോദിച്ചു, എന്തിനാ അങ്ങനെ ഇടുന്നത്? അപ്പോ രാജാവ് പറഞ്ഞു, എന്നെ കാണുന്ന എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചക്രവർത്തി, ലോകം വെട്ടിപ്പിടിച്ച മഹാനായ രാജാവ്, ഇതാ എംപ്റ്റി ഹാൻഡോടുകൂടി ഒന്നും എടുക്കാതെ ഇതാ ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നു. ഇതെല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ്. ഹല്ലേലൂയ. 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 യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാമോ? യോഹന്നാൻ 6:63. നമ്മൾ ഒത്തിരി കേട്ടൊരു വചനമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് അനേകർക്ക് ശരീരത്തെ കുറിച്ച് വിൽക്കണ്ടേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തലമുടി നരയ്ക്കുന്നത് പ്രായമാകുന്ന പലർക്കും നിൽക്കണ്ടേ. ഹല്ലേലൂയ. ഞാന് എന്റെ വീടിന്റെ അടുത്ത് നടക്കാൻ പോകുമ്പോ അവിടെ 2-3 ബ്യൂട്ടി പാർലർ ഉണ്ട്, ഒരു ജിമ്മുണ്ട്. ഹല്ലേലൂയ. നല്ല സുന്ദരങ്ങളായ യുവതികൾ ഈ ബ്യൂട്ടി പാർലറിൽ ഇറങ്ങി വരുന്ന കാണാൻ പറ്റുന്നു. ഈ ജിമ്മിൽ നിന്ന് മസിലൊക്കെ പെരിപ്പിച്ച് നല്ല മിടുക്കരായ ചെറുപ്പക്കാർ ഇറങ്ങി വരുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും ഈശോ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇവരെല്ലാം മരിച്ചതിന് ശേഷം 4-ാം ദിവസം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആ നിമിഷം മുതൽ പ്രിയമുള്ളവരെ, ഇവരെ കാണുമ്പോ ഞാൻ കാണുന്നത് ഇവർ മരിച്ചതിന് ശേഷം 4-ാം ദിവസം എങ്ങനെയാണോ അങ്ങനെയാണ്. ബ്യൂട്ടി പാർലറിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി വരുന്ന നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയെ നോക്കുമ്പോ ഞാൻ കാണുന്നത് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന കുറെ എല്ലുകളും കുറച്ച് മാംസങ്ങളും മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജിമ്മിൽ നിന്ന് മസിലൊക്കെ പെരുപ്പിച്ച് ഇറങ്ങി വരുന്ന യുവാവിനെ ഞാൻ കാണുന്നത് ഒരു തലയോട്ടിയും കുറച്ച് അസ്ഥി കഷ്ണങ്ങളും ചീഞ്ഞളിഞ്ഞ ബാക്ടീരിയ ഒക്കെ തിന്നുന്ന കുറച്ച് ശരീരഭാഗങ്ങളും മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കാതെ ആത്മാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുക. ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുവാൻ, ആത്മാവിനെ നവീകരിക്കുവാൻ, ആത്മാവിനെ വിശദീകരിക്കാൻ വേണ്ടി അധ്വാനിക്കുക. ഹല്ലേലൂയ. പ്രഭാഷകൻ 18:10 ഇങ്ങനെയാ പറയുക, നിത്യതയോട് തുലനം ചെയ്യുമ്പോ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും
ഒരു മണൽത്തരി പോലെ മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 90:4 പറയുക, 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയുടെ ഒരു യാമം പോലെയും മാത്രമാണ്. സങ്കീർത്തനം 89:47-48 കർത്താവേ, എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യ ജീവിതമെന്നും ഓർക്കണമേ. മരണം കാണാതെ ജീവിക്കുവാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്ക് കഴിയും? 49:7 തന്നെ വീണ്ടെടുക്കുവാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. വീണ്ടും സങ്കീർത്തനം 49:9 ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. 17:1 ഇങ്ങനെയാ പറയുക, കർത്താവ് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്യുന്നു. ചുരുങ്ങിയ കാലം മാത്രമേ അവർക്ക് നൽകിയിട്ടുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും യേശയ്യ 40:6 വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ജഡം തൃണം മാത്രം, അതിന്റെ സത്യം വയലിലെ പുഷ്പം പോലെ ക്ഷണിയോ. വീണ്ടും ജോബിന്റെ 14:1-2 സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യൻ അല്പായുസനാണ്, അവന് ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി അടുത്തതായി പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്ത, നിത്യജീവൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിത്യജീവൻ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കുമ്പോ അതിലെത്തിപ്പെടാതിരിക്കാനായിട്ട് പിശാച് ഒരുക്കുന്ന കെണികൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കെണി എന്ന് പറയുക, പ്രിയമുള്ളവരെ, നമുക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിശാച് എപ്പോഴും നമ്മുടെ മുന്നിൽ ഭയങ്കര സംഭവമായി കാണിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട്. കൊലപാതകം, വ്യഭിചാരം, അതുപോലെ മോഷണം, സ്വവർഗഭോഗം, ഇങ്ങനെ വലിയ വലിയ ചില പാപങ്ങളുണ്ട്. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ ബോധ്യങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ഇന്ന് ശത്രുവായ പിശാച് ഈ കാര്യങ്ങൾ വലുതായിട്ട് കാണിച്ചിട്ട് എന്നാൽ നമ്മൾ തീർത്തും അവഗണിക്കുന്ന ചില കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, മാറ്റി നിർത്തി നമ്മളെ അല്പാൽപമായി നശിപ്പിക്കുക ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുക, അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പുളിപ്പില്ലാത്ത നല്ല മാവ് ആകേണ്ടതിന് നിങ്ങളുടെ ഉള്ളിലുള്ള പുളിപ്പുകളെ നീക്കിക്കളയുവിൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ എന്തെങ്കിലും പുളിപ്പുണ്ടെങ്കിൽ അത് ശരീരത്തെ മുഴുവൻ അശുദ്ധമാക്കും. അതുകൊണ്ട് നമ്മൾ അശുദ്ധമാക്കുന്ന, നമ്മൾ അവഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കതിലേക്ക് പോകാം. ആദ്യമായി, ഇന്ന് ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിത്യജീവൻ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യമാണ് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അല്ലെങ്കിൽ ജീവിത വ്യഗ്രത. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഈ 14 പേരും നിരവധി കാര്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠ. ഹല്ലേലൂയ. ലോകത്തെക്കുറിച്ച്, ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, ഇങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാല് നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു മറുപടിയുണ്ട്, അതെ. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോ, നോവേനകൾ ചെല്ലുമ്പോ, ജപമാല ചെല്ലുമ്പോ, വചനം വായിക്കുമ്പോ, പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗം എന്താണ്? പ്രിയമുള്ളവർ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണോ അതോ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാണോ നമ്മൾ ഇതൊക്കെ ചെയ്തത്? ഹല്ലേലൂയ. എല്ലാവരും പറയും, ബ്രദറെ, എന്റെ ബൈബിൾ വായനയുടെ നിയോഗം, കുർബാനയുടെ നിയോഗം, ഇതെല്ലാം ജീവിതത്തിന്റെ പ്രശ്നം മാറാൻ വേണ്ടിയാണ്. എനിക്ക് രോഗം മാറണം, ക്ലേശം മാറണം, ദുരിതം മാറണം, ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും മാറി സന്തോഷമായിട്ടിരിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-27 നിങ്ങൾ ചോദിക്കുക, ഉത്കണ്ഠ മൂലം ആർക്കെങ്കിലും ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഇനി പ്രിയമുള്ളവരെ,
കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. അതിങ്ങനെയാ പറയുക: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം ചേർത്ത് നൽകപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്കണ്ഠകളില്ല, ക്ലേശങ്ങളില്ല, നിരാശകളില്ല, വേദനകളില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എന്റെ കർത്താവേ, ശക്തനായ നീ, സർവവ്യാപിയായ നീ, എന്റെ മനസ്സിന്റെ ഓരോ ചിന്തകളെയും നിയോഗങ്ങളെയും അറിയുന്ന നീ എനിക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് തരും. ഞാൻ നിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, സ്വർഗരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിലേക്ക് ആയിത്തീരുക. ദൈവനീതിയെക്കുറിച്ച് പഠിക്കുക. മക്കളെ, നീ വേറെ ഒന്നും ചെയ്യണം, ഒരാവശ്യങ്ങൾ നീ ഈശ്വരൻ പറയണ്ട. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് പെരുമഴ പോലെ അനുഗ്രഹങ്ങൾ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായിട്ട് പഠിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഇന്ന് നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥനയിൽ ബഹുഭൂരിപക്ഷവും നിറഞ്ഞു നിൽക്കുക നിന്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, ദൈവനീതിയെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കടലിനെ ശാന്തമാക്കുന്ന ദൈവമുണ്ട്. ഈ ദൈവം നിന്റെ ജീവിതം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഈ കടലിനെ ശാന്തമാക്കുന്ന ദൈവം, പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും കടലിനെ ശാന്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടുമ്പോ, ദുഃഖിക്കുമ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി തീരുക. അപ്പോ ദൈവം നിങ്ങളുടെ മധ്യവേറ്റ് നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ശാസിക്കും, നിങ്ങളുടെ ജീവിതങ്ങൾ ശാന്തമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നിത്യലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ അതിനെ തടയുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകമാണ് ലോകത്തോടുള്ള മൈത്രി. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കാമോ? 2:18. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ലോകത്തെ ഉണ്ടോ? നമ്മൾ ലോകത്തെ സ്നേഹിക്കാറുണ്ടോ? നമ്മൾ കുറച്ചു പേരുള്ളൂ, നമുക്ക് ആൻസർ പറയാൻ കുഴപ്പമില്ല. അതൊക്കെ സ്നേഹിക്കണം. യെസ്, വചനം കൃത്യമായിട്ട് പറയുക, ലോകത്തോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു വചനം. ഹല്ലേലൂയ. ചില ആളുകൾ ധനത്തെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്ന ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ
വിശുദ്ധ പൗലോസ്ലീഹ തന്നെ ശുശ്രൂഷ നടത്തിയപ്പോ തന്റെ കൂടെ നടന്നിരുന്ന കർത്താവിന് വേണ്ടി ശുശ്രൂഷ നടത്തിയ ശുശ്രൂഷകരെ പോലും ധനത്തോടുള്ള ആസക്തി മൂലം പൗലോസിനെ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 4:10 ഇങ്ങനെ പറയുക, എന്നാൽ ഈ ലോകത്തിനോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ടിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി, ക്ലസ്കസിലേക്കും ദൽമാത്തിയിലേക്കും പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. ലോകാരൂപി അതിശക്തമാണ്. ലോകത്തിന്റെ അരൂപി ലോകം മുഴുവൻ ഇതാ ഇങ്ങനെ നിറഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ദൈവമക്കള് തീഷ്ണത കെട്ട് വെറും പ്രിയമുള്ളവരെ എന്താ പറയുക, അങ്ങനെ തീഷ്ണമില്ലാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ഈ ലോകാരൂപ രസ് പറയുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഉറകെട്ട് പോയ അനേകം ആത്മീയ ജീവിതങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്ന് വേണ്ട, ഒന്നോർത്ത് നോക്കിയ ഫോൺ, സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയാസ്, ഈ ലോകത്ത് ഇന്ന് പിശാചിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ തന്റെ അടിമയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സ്മാർട്ട് ഫോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകം ദൈവമക്കളെ എനിക്കറിയാം, നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ദൈവവചനം പ്രഘോഷിക്കണം, അതിന്റെ സാധ്യതകളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു തുടങ്ങിയ അനേകര് ഇന്ന് അവരെ കാണാൻ പോലുമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനൊരിക്കല് ഒരു വഴിയിൽ കൂടെ യാത്ര പോകുമ്പോ ഒരു ബസ് സ്റ്റാൻഡിൽ കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെല്ലാം ഇങ്ങനെ തല മുമ്പിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അവരെ അടുത്തേക്ക് ചെല്ലുക. ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഇവരെന്തുകൊണ്ടാണ് ഈ തല മുമ്പിട്ടിരിക്കുക? വീണ്ടും അടുത്തേക്ക് ചെല്ലാനായിട്ട് പ്രേരണ തോന്നി. ഇവർ തൊട്ടടുത്തെത്തി. അപ്പോഴാണ് ഞാൻ കാണുക, ഇവരെല്ലാം ഫോണിൽ നോക്കിയിട്ട് കുനിഞ്ഞിരുന്ന് ഫോണിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സംസാരിച്ചു. അതിങ്ങനെയാ സംസാരിച്ചത്, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ആധുനിക ലോകത്തിലെ ഒരു ബാൽ ദേവനാണ്. പ്രിയമുള്ളവരെ, നെബൂഖദ്നേസർ രാജാവ് തന്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം ഒരു ബാൽ ദേവന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതിലെ കടന്നു പോകുന്ന എല്ലാവരും ഇതിനെ കുമ്പിടണം. ഹല്ലേലൂയ. നമുക്ക് ഫോൺ വന്നാല് ചെവിയിൽ വെച്ചാൽ മതി, തല കുമ്പിടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിച്ച ചോദ്യമുണ്ട്, ഇന്നലെയും ഇന്നുമായി ഈ ബാൽ ദേവന്റെ മുന്നിൽ നീ എത്ര പ്രാവശ്യം ചിന്തിക്കും? നിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ, നിന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന സത്യ ദൈവത്തിന്റെ മുന്നിൽ നീ എത്ര പ്രാവശ്യം കുമ്പിട്ടു? ഹല്ലേലൂയ. ഇന്ന് വലിയ ഒത്തിരി പ്രാർത്ഥനയിൽ വളർന്ന അനേകര് എന്റെ അടുത്ത് വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ബ്രദറെ, ഞാന് ഡൊമിനിക് അച്ഛന്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കയറിയ ടോക്കൊക്കെ കേട്ട് തുടങ്ങിയപ്പോ അതിന്റെ അടിയിലേക്ക് കുറെ വീഡിയോസ്, കുറെ സിനിമാക്കാരുടെ വീഡിയോസ് ഇങ്ങനെ വരുന്നു. അപ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ വ്യക്തികളുടെ കുറെ പ്രശ്നങ്ങൾ പറയുന്ന കുറെ ഹെഡിങ്ങുകൾ കാണുന്നു. ഭയങ്കര ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഡൊമിനിക് അച്ഛന്റെ പ്രാർത്ഥന കട്ടിലേക്ക് പോയി. പിന്നെ സ്ക്രോൾ ചെയ്ത് മണിക്കൂറോളം ഞാൻ ഇതാ ഈ ലോകത്തെ ആരാധിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകമല്ല, എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ ഇരുന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും നിനക്ക് സാധ്യമാകണം. ഹല്ലേലൂയ. ഒക്കെ വളരെ കുറച്ചിട്ട് ഒരു ദിവസത്തിൽ
ഒരു 10 മിനിറ്റിൽ കൂടുതൽ ടോക്ക് കേൾക്കത്തില്ല എന്ന് നീ വിചാരിച്ചിട്ട് പ്രിയമുള്ളവരെ, നീ നേരത്തെ ഫോൺ സ്പെൻഡ് ചെയ്യുന്ന 4 മണിക്കൂർ ഉണ്ടെങ്കിൽ 3.5 മണിക്കൂർ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ പോയി ഇരുന്ന് ധ്യാനിക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മക്കളെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഈ സിനിമയെ കുറിച്ചും സീരിയലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ ഒരു യുവതി ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, അത് കാണുന്നതോടെ എന്താ കുഴപ്പം? ഒരു സീരിയൽ കണ്ടാൽ എന്താ കുഴപ്പം? ഒരു സിനിമ കണ്ടാൽ എന്താ കുഴപ്പം? ജോലി കഴിഞ്ഞ് മടുത്ത് വിഷമിച്ച് തളർന്നു വരുന്ന എനിക്ക് ഒരു ഉന്മേഷം കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണുന്നത് എന്താ കുഴപ്പം? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സങ്കീർത്തനം 23 ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുന്ന് എനിക്ക് വീണ്ടും ഉന്മേഷം തരുന്നു. ഞാൻ പറഞ്ഞു, മോളെ, നിനക്ക് ഉന്മേഷം നൽകേണ്ടത് ലോകാരൂപിയല്ല, ദൈവമാ. നിനക്ക് ഉന്മേഷം വേണോ? നീ മറുത്ത് വിഷമിച്ച് വരുമ്പോ നിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മുന്നിലേക്ക് നീ പോയിരിക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല. ചിലപ്പോഴൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നല്ല തലവേദനയായിരിക്കും, മടുത്തായിരിക്കും വരിക. എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവിന്റെ മുന്നിലേക്ക് ഞാൻ പോയിരിക്കുമ്പോ ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇരട്ടി ഉന്മേഷം കിട്ടും. പിന്നീട് ഒരു ആഴ്ചയും കൂടി ജോലി ചെയ്യാൻ ഉന്മേഷം ഈ 15 മിനിറ്റോടെ എനിക്ക് കിട്ടും. എന്റെ തലവേദന മാറും. ഹല്ലേലൂയ. ഇനി സിനിമ കാണുന്നവരെ, സീരിയൽ കാണുന്നവരെ, ഇത് കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ഞാൻ പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു സിനിമ കാണുമ്പോ ഇങ്ങനെയായിരിക്കും കഥ. സിനിമയുടെ നായകൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, റിച്ചായിട്ടൊരു പെണ്ണിനെ പ്രേമിക്കുന്നു. പെണ്ണിന്റെ വീട്ടുകാർ ഈ നായകനെയും കുടുംബത്തെയും വല്ലാതെ ഹരാസ് ചെയ്യുന്നു, അവരെയൊക്കെ ഒത്തിരി ഉപദ്രവിക്കുന്നു. പ്രതികാരം പൂണ്ട നായകൻ വീണ്ടും ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് ഈ റിച്ചായിട്ടുള്ള വീട്ടിലേക്ക് വന്ന് അവരെ ഗുണ്ടകളെല്ലാം കൊല്ലുന്നു, നശിപ്പിക്കുന്നു. ഈ സ്നേഹിക്കുന്ന പെണ്ണിനെ മോഷ്ടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുക, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ്. ഹല്ലേലൂയ. ഇവിടെ നായകൻ ചെയ്യുന്നത് അവൻ കൊല്ലുന്നു, നശിപ്പിക്കുന്നു, മോഷ്ടിക്കുന്നു. പ്രിയമുള്ളവരെ, ഓർക്കുക, പിശാച് ചെയ്യുന്ന അതേ പ്രവൃത്തികളാ ഇവിടെ ഈ നായകൻ ചെയ്യുക. അപ്പോ സിനിമ കാണുന്ന എല്ലാവരും ഈ നായകനെ വില്ലങ്ങിനെ അൺവില്ലങ്ങിനെ സപ്പോർട്ട് ചെയ്യുക. മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങൾ ഈ നായകനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോ യു ആർ സപ്പോർട്ടിങ് ഈവൽ സ്പിരിറ്റ്. നീ സപ്പോർട്ട് ചെയ്യുന്നത്, നീ പിന്തുണയ്ക്കുന്നത് പിശാചിനെയാണ്. അങ്ങനെ പിശാചിനെ സപ്പോർട്ട് ചെയ്യുമ്പോ 3 മണിക്കൂർ നേരം നീ പിശാചിനെ സപ്പോർട്ട് ചെയ്യുമ്പോ നീ അവനെ ആരാധിക്കുക. നിന്റെ നിരവധി വാതിലുകൾ നീ അവന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നിനക്കൊക്കെ ഈ വായുകൾക്കും ഒഴുകിപ്പോയി ലോകാരൂപിയുടെ ഈ സ്പിരിറ്റ് കയറി വരും. ഹല്ലേലൂയ. കാണുമ്പോ ഓർക്കുക, ഈ സീരിയൽ എന്താണ് നിനക്ക് കിട്ടുന്ന മെസ്സേജ്? വഴക്കുകൾ, മാത്സര്യങ്ങൾ, വൃത്താഭിമാനങ്ങൾ, ദുരഭിമാനങ്ങൾ. അമ്മായിമ്മ മരുമകളെ ഉപദ്രവിക്കുന്നു, മരുമകൾ അമ്മായിയെ ഉപദ്രവിക്കുന്നു. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുക? എന്തെങ്കിലും നല്ല മെസ്സേജ്, ആത്മാവിനെ രക്ഷിക്കുവാൻ സാധിക്കുന്ന എന്തെങ്കിലും മെസ്സേജ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പ്രിയമുള്ളവരെ, എന്റെ ഉപദേശം ഇത് മാത്രമേ ഉള്ളൂ. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശമാണ്. നിങ്ങളെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയാത്ത എല്ലാത്തിനോടും നോ എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ അന്ത്യവിധിക്കായി ദൈവപുത്രന്റെ മുന്നിൽ നിൽക്കുമ്പോ നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് നീ കണ്ടുവീഴുന്ന സിനിമകൾക്കോ സീരിയലുകൾ സാധിക്കുമോ? ആ സമയത്ത് നീ ഈ സമയങ്ങൾക്ക് ഉപയോഗിച്ച് ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമായിരുന്നു. ഫാത്തിമയില് ഞാൻ പണ്ടുപോയപ്പോ ഞാൻ അമ്മയെ ഒരു മെസ്സേജ് ചോദിച്ചു. അപ്പൊ അമ്മ എനിക്ക് തന്നൊരു മെസ്സേജ് ഇതാ എന്ന് പറഞ്ഞു, മോനെ, ഈ ഭൂമിയിൽ നീ നഷ്ടമാക്കി കളയുന്ന ഓരോ സെക്കൻഡിനെയും ഓർത്ത്
അന്ത്യവിധിക്കായി നീ ദൈവകുമാരൻ എന്ന് നിൽക്കുമ്പോ പുറമോട്ട് തിരിഞ്ഞു നോക്കി നീ ചങ്കത്തടിച്ച് നീ ഉറക്കെ നീ വിലപിക്കും. ഇതോ ഇപ്പൊ നഷ്ടമായ ഒരു സെക്കൻഡ് നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഓർക്കുക. അത് നീ ചിന്തിക്കും, ഭൂമിയിലായിരുന്നപ്പോൾ ഈ സെക്കൻഡുകൾ നഷ്ടപ്പെടുത്താതിരുന്നെങ്കിൽ ഓ ദൈവമേ എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മറ്റൊരു മേഖലയാണ് നാവിന്റെ ദുരുപയോഗം. യാക്കോബ് 1:26 ഇങ്ങനെ പറയുക, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ പാപം ചെയ്യുകയും ചെയ്താൽ അവൻ തന്റെ ഹൃദയത്തെ വഞ്ചിക്കുന്നു, അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ 3-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്, ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ അവന് സാധിക്കും. ഹല്ലേലൂയ. ഇനി മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 36-37 വാക്യം വായിക്കാവോ? ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റവിധിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ കൃത്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഇന്നിവിടെ നാവിന്റെ ദുരുപയോഗം മൂലം കൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയോടാണ് ഈശോ കൃത്യമായിട്ട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, ഓർക്കുക, കർത്താവ് പറയുകയാണ്, നീ പറയുന്ന ഓരോ വൃത്തവാക്കിനും വിധി ദിവസത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വന്തം കുടുംബത്തിൽ കയറി വന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിരന്തരം കുറ്റം പറയുന്ന ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവത്തെ ഇപ്പൊ ഈശോ എടുത്ത് മാറ്റുന്നു. ഹല്ലേലൂയ. 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 ചില വ്യക്തികള് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ, ഞാൻ ഇഷ്ടംപോലെ കുറ്റം അറിയും, ആരറിയാനാ? എന്നാൽ ജ്ഞാനത്തിന്റെ പുസ്തകം 1:7 പറയുന്നു, കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്നത് മനുഷ്യർ പറയുന്നതെല്ലാം അറിയുന്നു. നീ പറയുന്ന ഓരോ വാക്കും ദൈവം അറിയുന്നുണ്ട് എന്ന് നീ വിചാരിക്കുക. ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനം 1:10 പറയുന്നു, അസഹിഷ്ണുവായവൻ സകലം കേൾക്കുന്നു, ഒരു മുറിമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല. നിഷ്പ്രയോജനമായ മുറിമുറുപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാക്കും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ജെറമിയ 15:19 പറയുക, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൗകികമായ വൃത്തഭാഷണം തന്റെ ഫ്രണ്ട്സിനെ കിട്ടുമ്പോ, അയൽപക്കത്തുള്ള ആളുകൾ കിട്ടുമ്പോഴൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പൗലോസ് പറയുന്നത് ഉപദേശമില്ല. 2 തിമോഥെയോസ് 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ ലൗകികമായ വൃത്തഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഈ ഭക്തി രഹിതരുടെ സംസാരം ശരീരത്തെ കാറു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇന്ന് അനേകം കൂട്ടായ്മകൾ നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും പോകുമ്പോഴും കൂട്ടായ്മകളിൽ തന്നെയും ഈ അനാവശ്യമായ വൃത്തഭാഷങ്ങൾ കടന്നുകൂടിയത് കൊണ്ടല്ലേ? ഓർക്കുക, ആത്മാവിൽ നിറഞ്ഞ അനേകം വ്യക്തികൾ ഈ ലൗകികമായ വൃത്തഭാഷത്തിന് അടിമപ്പെടുമ്പോ അവിടെ കൃപകൾ ചോർന്നു പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:2 പൗലോസ് പറയുക, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി വളരെയേറെ കാര്യങ്ങളുണ്ട്. കോപം, ദേഷ്യം, അശുദ്ധി, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് നമ്മളെ സ്വർഗം ലക്ഷ്യമാക്കി
ജീവിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിലേക്ക് എത്തിപ്പെടുന്ന ചില കുറുക്കുവഴികളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു 3-4 മിനിറ്റ് അത് പറഞ്ഞു പോകാം. ഏറ്റവും വലിയ കുറുക്കുവഴി എന്ന് പറയുന്നത് ജീവിക്കുന്ന ക്രിസ്തുവായി തീരുക. നിന്റെ ഭവനത്തിൽ നീ ഒരു ജീവിക്കുന്ന ക്രിസ്തുവായി തീർന്നാൽ, നിന്നെ നോക്കുന്നവർ നിന്നിൽ ക്രിസ്തുവിനെ കണ്ടാൽ, പ്രിയമുള്ളവരെ, നിന്റെ കുടുംബം മുഴുവനും ദൈവകൃപയോട് നിറയും. നിന്റെ കുടുംബത്തിൽ ദൈവാനുഭവം ഉണ്ടാകും, തീർച്ച. ഹല്ലേലൂയ. നിന്റെ ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കാണുന്നവർ നിന്നിൽ യേശു ക്രിസ്തുവിനെ കണ്ടാൽ ആ ജോലി സ്ഥലം മുഴുവൻ നവീകരിക്കപ്പെടും, ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. ജോൺ മാർപ്പാപ്പ തന്റെ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെയാ പറയുക: ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആളുകൾ വചന പ്രഘോഷകരെയോ ടീച്ചേഴ്സിനെയോ ഒക്കെ തിരസ്കരിക്കുന്ന കാലം വരുന്നു. അവർക്ക് വേണ്ട റോൾ മോഡൽസ്, അവർക്ക് വേണ്ടത് വചനം ജീവിക്കുന്ന സാക്ഷ്യങ്ങളെ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ നീ ഒരു വചനമായി തീർന്നിട്ടുണ്ടെങ്കിൽ, നീ ക്രിസ്തുവായി തീർന്നിട്ടുണ്ടെങ്കിൽ, 100% ഞാൻ ഉറപ്പു വരുന്നു, നിന്റെ ജീവിത പങ്കാളികളും മക്കളും എല്ലാം ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. പ്രകാശത്തിന്റെ മുന്നിൽ അന്ധകാരത്തിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. നീയാകുന്ന പ്രകാശം നിന്റെ ഭവനത്തിൽ കത്തിയാൽ അവിടുത്തെ അന്ധകാരം മുഴുവൻ മാറി ആ പ്രകാശം ഇവൻ പുറത്തേക്ക് പോലും വ്യാപരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗം ലഭിക്കാനായിട്ട് ഏറ്റവും വലിയ കുറുക്ക് വഴി എന്ന് പറയുന്നത് സഹനത്തെ സ്നേഹിക്കുക. ഹല്ലേലൂയ. 1:12 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ. എന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. വീണ്ടും റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 4:16 ഇങ്ങനെ പറയുക: ഞങ്ങൾ ഭഗ്നാശരാകുന്നേയില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ഹല്ലേലൂയ. നമ്മുടെ സഹനങ്ങളെ, നിങ്ങൾക്ക് പലർക്കും വലിയ സഹനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനുണ്ട്. സഹനങ്ങളെ കൃപയാക്കി മാറ്റി നമുക്ക് ആത്മാക്കളെ നേടാം, അതിലൂടെ സ്വർഗത്തിൽ പോകാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് പിറുപിറുത്ത് ലഭിക്കുന്ന എല്ലാ കൃപകളെയും ചോർത്തിക്കളയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ട കാര്യം ഓർക്കുക. നമ്മൾ ഡൊമിനിക് അച്ഛൻ അന്ത്യവിധിക്കായി ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഇതാ കടന്നു ചെല്ലുമ്പോ കർത്താവ് എഴുന്നേറ്റ് സന്തോഷത്തോട് കൂടിയിട്ട് 2 കരങ്ങളും നീട്ടി കെട്ടിപ്പിടിച്ചിട്ട് പറയാം: എന്റെ ധീരനായ യോദ്ധാവേ, ലോകം മുഴുവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത കർത്താവിന്റെ പ്രിയപ്പെട്ട മകനെ, എനിക്ക് വേണ്ടി 30 ലക്ഷം ആത്മാക്കൾ നേടി എന്റെ പോരാളി. കർത്താവ് അതേടെ ചേർത്ത് പിടിക്കും. അപ്പോഴാണ് ഒരു ചിന്നമ്മയും അന്നമ്മയും ഒരു വിജയൊക്കെ കടന്നു വരിക, മഞ്ജു ഏലിയാമ്മ കടന്നു വരിക. അപ്പോ കർത്താവ് പറയും, അന്നമ്മയെ നോക്കി പറയും: നീ പാവപ്പെട്ട വീട്ടമ്മ, എനിക്ക് വേണ്ടി സഹനങ്ങളെ കൃപയാക്കി മാറ്റി 30 കോടി ആത്മാക്കളെ എനിക്ക് വേണ്ടി നേടിയ എന്റെ ധീരയായ എന്റെ മകൾ. ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സഹനം പോലും വെറുതെ കളയരുത്. ഓരോ സഹനം വരുമ്പോഴും പറയുക: എന്റെ ദൈവമേ, ഈ സഹനത്തെ സമർപ്പിച്ച് ഞാനിതാ 10,000 ആത്മാക്കളെ കൺവേർഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നടക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഒരുപാട് സഹനങ്ങളുണ്ട്. ഓരോ സഹനം വരുമ്പോഴും ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന് കരയുമ്പോ, ഓരോ കണ്ണീർത്തോളി കണ്ണിന്റെ അറവ് താഴെ വീഴുമ്പോ ഞാനിങ്ങനെ പ്രാർത്ഥി: ദൈവമേ, ഈ അറവ് വീഴുന്ന ഓരോ കണ്ണീർത്തോളികളും ഒരു ദഹനബലിയായി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ദൈവമേ, 10,000 ആത്മാക്കൾ എനിക്ക് തരിക. ഹല്ലേലൂയ. സ്വർഗം നേടുവാൻ
ഇത്രത്തോളം ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സകലത്തിന്റെ നടുവിൽ നിന്നപ്പോഴും പൗലോസ്ലീഹ എപ്പോഴും നോക്കിയത് നിത്യജീവനിലേക്ക് മാത്രം. അതുകൊണ്ടാണ് നീറോ ചക്രവർത്തി നീട്ടിപ്പിടിച്ച വാളിൻ മുമ്പിലേക്ക് തന്റെ ശിരസ് ചേർത്ത് വെച്ചപ്പോഴും അദ്ദേഹത്തിന്റെ നോട്ടം മുഴുവനും നിത്യജീവന്റെ കിരീടത്തിൽ മാത്രമായിരുന്നു. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് വീണപ്പോഴും ശരീരം വേദനിച്ചപ്പോഴും അദ്ദേഹം തന്നെ എറിഞ്ഞവരിലേക്ക് നോക്കിയില്ല. എന്ന് അദ്ദേഹം സ്വർഗം തുറന്നിരിക്കുന്നതും പുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കണ്ട് സന്തോഷിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത്. നമുക്ക് നമ്മുടെ സഹനങ്ങളെ കൃപയാക്കി മാറ്റി സ്വർഗം ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം സമർപ്പിച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ തീഷ്ണതകൊണ്ടായിരിക്കാം. സാധിക്കുമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ദിവ്യഗാനത്തിന്റെ ലൈവ് ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം കർത്താവിന്. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ അതിന്റെ 55:17 ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. പ്രിയമുള്ളവരെ, ഇന്നീ സന്ധ്യാ സമയത്ത് നിന്റെ സ്വരം ദൈവം കേൾക്കുന്ന സമയം. വചനം കൃത്യമായി പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. സങ്കീർത്തനങ്ങൾ 55:22 ഇങ്ങനെ പറയുക, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കും. സങ്കീർത്തനം 56:8 അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇതിനെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള ആഗ്രഹം, ഈ ലോകത്തെ ജയിക്കാനുള്ള ആഗ്രഹം, നമ്മുടെ ബലഹീനതകളൊക്കെ നമുക്ക് നിമിഷം വിട്ടുകൊടുക്കാം. വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നിയോഗങ്ങളും, വേദനകളും, ക്ലേശങ്ങളും എല്ലാം വിട്ടുകൊടുത്തോണം. ദൈവമേ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള വലിയ കൃപയും ആഗ്രഹവും എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. യെരമ്യാ 32:27 ഇങ്ങനെ പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ട്. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മളവരെ, ഈ നിമിഷങ്ങളിൽ നമ്മളെല്ലാ രോഗങ്ങളും ക്ലേശങ്ങളും നമുക്ക് നിമിഷം സമർപ്പിക്കാം. നമുക്കറിയാം, ശീലാസും പൗലോസും കർത്താവിനെ സ്തുതിച്ചപ്പോ ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് കരുതിയ വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയമുള്ളവരെ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ
ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറി അത് തുറക്കപ്പെടട്ടെ. ചങ്ങലകളൊക്കെ അഴിഞ്ഞു മാറട്ടെ. രോഗങ്ങളൊക്കെ സൗഖ്യമാകട്ടെ. മത്തായി 8:16 അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. യാക്കോബ് 5:15 വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖമാക്കും. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 107:20 അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവിടുന്ന് അവരെ വിടുവിച്ചു. ജെറമ്യാ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സൗഖ്യമാക്കും. ഇന്ന് ഇവിടെ വലിയ മനോവിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തി, വല്ലാത്ത മനസ്സിന് വിഷമം, ഭാരം ആയിട്ടിരിക്കുന്ന വ്യക്തിയെ ഈശോ കാണുന്നു. ആ വ്യക്തിയെ തൊട്ട് ഈശോ സൗഖ്യമാക്കും. ഹല്ലേലൂയ. പണിയെടുക്കുമ്പോ, കുറെ ജോലി ചെയ്യുമ്പോ കൈക്ക് വല്ലാത്ത വേദന വരുന്ന ഒരു വ്യക്തിയെ ഈശോ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ കാണുന്നു. അതുപോലെ ഒരു മാടെ സ്വന്തം മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്തോ മോളൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ ഈശോ കാണുന്നു. ഈശോ അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നമ്മളെല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെക്കാം. കേട്ട എല്ലാ വചനങ്ങളും ചേർത്ത് വെക്കാം. നിത്യജീവനെ കുറിച്ചുള്ള വലിയ തീഷ്ണത നമ്മളെ ജീവിതങ്ങളെ ഇന്ന് ഭരിക്കട്ടെ. നിത്യജീവ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയും അഭിഷേകവും ശക്തിയും നമ്മളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് നിവേശിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമുക്ക് വേണ്ടിയിട്ട് ഈ ഇത്രയും സമയം ഈ കൂട്ടായ്മയുടെ 2025 ആദ്യത്തെ കൂട്ടായ്മയിൽ നമുക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവെച്ചു തന്ന നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം, നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള കുറുക്കു വഴികൾ, നിത്യജീവനിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ, വ്യക്തമായ ഒരു ചിത്രം നമുക്ക് വരച്ചു തന്ന ബ്രദറിനെ പ്രത്യേകം ആത്മരക്ഷാ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ബ്രദറിനെ തുടർന്ന് വരുന്ന എല്ലാ ശുശ്രൂഷകളിലും കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കൂടുതൽ ദൈവത്തിന്റെ കൃപ ഈ ബ്രദറിലേക്കും കുടുംബത്തിലേക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ആത്മരക്ഷാ കൂട്ടായ്മയിൽ എന്നും ബ്രദറിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രവൃത്തി മേഖലകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരുന്നു. ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് നൈറ്റ്. Good night.